സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ വലിയൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് പല്ലവി പോരാടാൻ തന്നെ തീരുമാനിച്ചു. ഇന്ദ്രനെ പുറത്തു കൊണ്ടുവരണം, തന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിനു വേണ്ടിയിട്ട് ഏതൊരറ്റം വരെയും പോകാനായിട്ട് പല്ലവി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിന്റെ, അതായത് നമ്മുടെ നിരഞ്ജനയുടെയും സേതുവിന്റെ ഒക്കെ സഹായം പല്ലവിക്കുണ്ട്. അങ്ങനെ പല്ലവി നമ്മളെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയ ഒരു പ്രശ്നത്തിലാണ് പല്ലവി ചെന്ന് പെട്ടിരിക്കുന്നത്. തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കണം. പക്ഷെ ഓരോ നിമിഷം കഴിയും തോറും തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പല്ലവിക്ക് അറിയാം. അപ്പോൾ പല്ലവി ആ വീട്ടിൽ വന്നതിന് ശേഷം നല്ലൊരു മരുമകളാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ശ്രമിക്കുന്നു എന്നല്ല, അഭിനയിക്കുന്നുണ്ട്. ആ ഒരു സന്ധ്യാസമയത്ത് തന്നെ വിളക്ക് കത്തിച്ച് രാമനാമജപം പറയുകയും അങ്ങനെ ഒരിക്കലും അവിടെ ഇല്ലാത്ത ഒരു പുതുമ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അച്ഛമ്മയും പല്ലവിയുടെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ രാജലക്ഷ്മി വരുമ്പോൾ തന്നെ അച്ഛമ്മ രാജലക്ഷ്മി വഴക്ക് പറയുവാണ്. ഇത്രത്തോളം തങ്കക്കുടം പോലത്തെ ഒരു പെൺകുട്ടിയാണല്ലോ നീ നിന്റെ മകനും കൂടി ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് നോക്കിയത് എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോഴും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവളാണ് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത് എന്ന് പറയുമ്പോഴും അതൊന്നും വിശ്വസിക്കാനായിട്ട് അച്ഛമ്മ തയ്യാറല്ല. നിങ്ങൾ രണ്ടുപേരും മനഃപൂർവ്വം തന്നെ അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതാണെന്നും ഇനി എന്തായാലും അങ്ങനെ പറ്റത്തില്ല, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, കണ്ടോ നിന്നേക്കാളും നല്ല പെൺകുട്ടിയാണ്, നിനക്ക് അസൂയയാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ വഴക്ക് പറയുവാണ്. അപ്പോൾ ആദ്യത്തെ കടമ്പയായ പല്ലവിയുടെ ആദ്യത്തെ ഒരു കടമ്പ കടന്നിരിക്കുവാണ്. അപ്പോൾ പല്ലവിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ നല്ലതുപോലെ ഉണ്ട്. ഓരോ നിമിഷം കഴിയുന്തോറും ആ ഒരു ടെൻഷൻ കൂടി വരുവാണ്. പക്ഷേ ഇതുപോലെ തന്നെ സേതുവിന് ഒരു ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് സേതു ബാങ്കിൽ പോയി ആ ഒരു മാനേജറിനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും മാനേജർ പറഞ്ഞത്, ഇനി എന്തായാലും നിങ്ങൾ കുറച്ചെങ്കിലും പൈസ അടയ്ക്കണം. 33 ലക്ഷം രൂപയാണ് ആദ്യത്തെ ഒരു മാസത്തെ അടവെന്ന് പറയുമ്പോൾ ആ പൈസ നിങ്ങൾ ആദ്യം അടച്ചാൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് സേതു പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഋതുവിൻ്റെയും പ്രതാപന്റെ ഒറ്റ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആപത്ത് ഇപ്പോൾ സേതു നേരിടേണ്ടി വരുന്നത്. എന്നാൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും തൻ്റെ ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസ് ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും. അച്ഛൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം തന്നെയായിരുന്നു, അധ്വാനം തന്നെയായിരുന്നു ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ബാങ്ക് മാനേജറിനോട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കി അടച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം രാജലക്ഷ്മി കിടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇന്ദ്രൻ ഇനി എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, പല്ലവി ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും വരാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ എന്തായാലും പോലീസ് പിടിക്കും. ഇനി എന്ത് ചെയ്യും, എൻ്റെ മകനോട് ഞാൻ എങ്ങനെ സംസാരിക്കും, അവനെങ്ങനെ പൈസ കൊടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കതവിൽ വന്ന ഒരാൾ തട്ടുന്നത്. അപ്പോൾ രാജലക്ഷ്മി പോയി കതവ് തുറന്നു നോക്കി. നമ്മൾ പല്ലവിയായിരുന്നു. പല്ലവി പറയുന്നത്, എനിക്ക് റൂമിൽ കിടക്കാനായിട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാനും അങ്ങോട്ട് വന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ തള്ളി നീക്കി രാജലക്ഷ്മിയുടെ ബെഡിൽ കയറി പല്ലവി കിടന്നു. അവിടെ നിന്ന് പല്ലവി ഓട്ടിക്കാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി പണി 18 നോക്കി, പക്ഷെ ഒട്ടും നടന്നില്ല. അവള് പല്ലവിയല്ലേ ആള്. അവസാനം രാജലക്ഷ്മി പല്ലവിയുടെ മുന്നിൽ കീഴടങ്ങി. ഈ സമയത്ത് ഒരു കോൾ വന്നു. ആദ്യം കോൾ വന്നപ്പോൾ തന്നെ രാജലക്ഷ്മിക്ക് മനസ്സിലായി ഇന്ദ്രനാണ് വിളിക്കുന്നത്. രാജലക്ഷ്മി കോൾ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി വിളിച്ചപ്പോൾ പല്ലവി തന്നെ പറയുവാണ്, നിങ്ങൾ കോൾ ഇട, ഇല്ലെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ കോൾ വന്ന ഉടനെ തന്നെ പല്ലവി ആ കോൾ പോയി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും ഉടനെ രാജലക്ഷ്മി പിടിച്ചു വാങ്ങിച്ച് കോൾ എടുത്തു. ഇന്ദ്രനാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇന്ദ്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവിക്ക് ഡൗട്ട് തോന്നും. പല്ലവി തന്നെ പിന്നെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ എൻ്റെ മകൻ അത് ആപത്താണ്. അങ്ങനെ പിന്നെ പല്ലവിയുടെ മുന്നിൽ വെച്ച് രാജലക്ഷ്മി എന്തെങ്കിലും ചെയ്തേ മതിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേറെ ഏതോ ഒരു കടക്കാരൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ കയർത്ത് സംസാരിക്കുകയും അയാളെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഇന്ദ്രൻ ഭയങ്കര ടെൻഷനിലാണ്. ഇവിടെ പല്ലവി വന്ന കാര്യമൊന്നും ഇന്ദ്രൻ അറിഞ്ഞിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ രാജലക്ഷ്മി തന്നെ കോള് കട്ട് ചെയ്തു. എന്നിട്ട് ലൈറ്റ് ഓഫാക്കി കിടക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്. അപ്പം തൻ്റെ പ്ലാനുകളെല്ലാം പൊളിയുന്ന ഒരു ദേഷ്യം ഇപ്പോഴും രാജലക്ഷ്മിക്കുണ്ട്. ഉറക്കം എണീറ്റ് രാവിലെ തന്നെ പല്ലവി കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ്. രാവിലെ തന്നെ വിശ്വ നേരെ പാറുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, ചേച്ചിയുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു.
എന്നാൽ ചേച്ചിയോട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാൻ പറ, ചേട്ടനെ പോലെ തന്നെ അത്രയും അപകടകാരിയാണ് അമ്മയും എന്നൊക്കെ പറയുമ്പോഴും അവിടെ പാറു പറഞ്ഞ കാര്യം തൻ്റെ ചേച്ചി എന്തെങ്കിലും ലക്ഷ്യം കാണാതെ പിന്നോട്ട് വലിയത്തില്ല, ചേച്ചി എന്തെങ്കിലുമൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കരുതിക്കൂട്ടി തന്നെയായിരിക്കും ചേച്ചി അങ്ങോട്ട് വന്നത്. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നേടിയെടുത്തിട്ടേ ചേച്ചി പിന്നോട്ട് വരത്തുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുവാണ് പാറു. അപ്പോൾ കുഴപ്പമില്ല, എൻ്റെ ചേച്ചി എന്തായാലും വിജയം കൈവരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് പാറുവിനുള്ളത്. രാവിലെ തന്നെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് പല്ലവി തയ്യാറെടുക്കുവാണ്. അച്ഛമ്മ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛമ്മയോടും പല്ലവി പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ വരട്ടെ, ഇന്ദ്രൻ വന്നിട്ട് ഇന്ദ്രൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പല്ലവി പറയുവാണ്. അപ്പോഴും അച്ഛമ്മ പറഞ്ഞു, പല്ലവി ഇത് വെറുതെ ഇന്ദ്രൻ വനെ വരുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അപ്പോഴും അച്ഛമ്മ പറഞ്ഞു, രാജലക്ഷ്മിക്ക് അറിയാം ഇന്ദ്രൻ എവിടെയുണ്ടെന്ന്, പക്ഷെ അത് രാജലക്ഷ്മി പറയത്തില്ല. പോലീസിന് പിടിച്ചു കൊടുക്കുമോ എന്നുള്ള ഒരു വേവലാതി കൊണ്ട് തന്നെയാണ് രാജലക്ഷ്മി അത് പറയാത്തത് എന്ന് പല്ലവിയോട് സംസാരിക്കുകയും പിന്നെ ശരി അച്ഛമ്മേ ഞാൻ കോളേജിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി റെഡിയായി കോളേജിലോട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് രാജലക്ഷ്മി തടഞ്ഞു. നീ ഒരിക്കലും കോളേജിൽ പോകാൻ പാടില്ല, നീ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ സേതുവിനെ കാണാനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകത്തില്ല. പക്ഷേ എന്ത് അധികാരമുണ്ട് അമ്മയ്ക്ക് എന്നെ തടയാനായിട്ട്? നീ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം, എൻ്റെ മരുമകളായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം നീ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്നും നീ അഥവാ ഇവിടെ നിന്ന് ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ച് നീ വരത്തില്ല, ഈ വീട്ടിൽ കാലെടുത്ത് വെക്കത്തില്ല എന്ന് രാജലക്ഷ്മി വെല്ലുവിളിച്ചു. എന്നാൽ അമ്മയ്ക്കത് പറയാനായിട്ട് ഒരു അധികാരവുമില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവ് എന്ന് പറയട്ടെ, അപ്പോൾ ഞാൻ അനുസരിക്കാം, അല്ലാതെ അമ്മ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നും പിന്നെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കോളേജിൽ പോകുക തന്നെ ചെയ്യും. അമ്മയെ പോലെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് തന്നെയാണ് ഞാൻ ഈ ജോലി വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോയിരിക്കും. പിന്നെ തടയും എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വനിതാ കമ്മീഷനെ വിളിച്ച് കാര്യങ്ങൾ പറയും. പിന്നെ എന്തായാലും പോലീസ് വന്ന് അമ്മയെ പൊക്കിയെടുത്തോണ്ട് പോയിക്കോളും എന്നുകൂടി പല്ലവി ഭീഷണിപ്പെടുത്തി. എന്നാൽ പല്ലവി രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി. ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയതിനു ശേഷം തന്നെയാണ് പല്ലവി അവിടെ നിന്ന് പോയത്. ധൈര്യമുണ്ടെങ്കിൽ ഇന്ദ്രനെ വിളിച്ച് വരാൻ പറ, നേരിൽ കാണാം എന്ന് അമ്മ ധൈര്യമായിട്ട് വിളിച്ച് പറയാനായിട്ട് പല്ലവി തന്നെ രാജലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പോൾ രാജലക്ഷ്മിക്ക് മനസ്സിലായി എന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടാണ് പല്ലവി വന്നിരിക്കുന്നത്, എന്തൊക്കെയോ അപകടങ്ങൾ മണക്കുന്നുണ്ട് എന്നുകൂടി രാജലക്ഷ്മി മനസ്സിൽ കരുതുന്നുണ്ട്. പല്ലവി നേരെ പോയത് സേതുവിൻ്റെ അടുത്തേക്കാണ്. സേതുവും പല്ലവിയും പിന്നെ പോലീസ് ഓഫീസറായിട്ടുള്ള നിരഞ്ജനയും കൂടി കൂടിക്കാഴ്ച നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേതുവും പല്ലവിയും കൂടി കാത്തിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിരഞ്ജന വന്നു. എന്നിട്ട് അവിടെ പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിരഞ്ജനയും പറഞ്ഞു, എന്തായാലും പല്ലവി എടുത്ത ഈ ഒരു തീരുമാനം എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. പല്ലവി ആ വീട്ടിൽ കയറി ചെന്ന മരുമകളായിട്ട് കയറി ചെന്ന അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു പ്ലാന് ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്ദ്രന് രക്ഷയില്ല. ഇന്ദ്രന് കുറച്ച് പൈസയൊക്കെ വേണമല്ലോ. അപ്പോൾ എന്തായാലും രാജലക്ഷ്മിയുടെ വീട്ടിൽ വന്ന് ഇന്ദ്രന് പൈസ വാങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇന്ദ്രൻ പെടും, അവസാനം അവൻ പുറത്താകും. പക്ഷേ അവർക്ക് വേണമെങ്കിൽ പുറത്തു നിന്നും കാണാം, അതത്ര പോസിബിൾ അല്ലെങ്കിൽ പോലും അവർക്ക് രണ്ടുപേർക്കും പുറത്തു നിന്ന് കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോഴാണ് പല്ലവി ആ ഒരു കോള് വന്ന കാര്യം, രാജലക്ഷ്മിയുടെ ഫോണിലോട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കോള് വന്ന കാര്യം അവിടെ നിരഞ്ജനോട് പറയുകയും ആ കോൾ എന്തായാലും ട്രേസ് ചെയ്യാം, കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഇന്ദ്രനെ എന്തായാലും പിടികൂടും എന്നുള്ളൊരു വാശി തന്നെയാണ് നിരഞ്ജനയും സേതുവും പല്ലവിയും. സേതുവിനും പല്ലവിക്കും എന്ന് പറയുമ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കണം, പല്ലവിയുടെ നിരപരാധിത്വം തെളിയിക്കണം. എന്നിട്ട് പല്ലവിയുടെ കൈയും പിടിച്ച് ആ അച്ഛൻ്റെ വിവാഹത്തിന് ധൈര്യത്തോടു കൂടി പോയി നിൽക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. നിരഞ്ജനയുടെ എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സേനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ ഒരു മരണം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് അത് സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് നിരഞ്ജനയുടെയും വാദം. ഇനി എന്തൊക്കെ സംഭവിക്കും, ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ നമ്മുടെ പൊന്നുമടത്തിൽ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. എന്തായാലും ഇന്ദ്രൻ പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെയ്ക്കും ബൈ.